നമസ്കാരം. SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് സർക്കാർ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഒരുപാട് ഓൺലൈൻ ജോലികൾ, ഓൺലൈൻ ബിസിനസ്സുകൾ, കോഴ്സുകൾ, അനുബന്ധ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ്വദിക്കാൻ പറ്റും സൗജന്യമായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എനിവേ, സർക്കാർ ജോലി എല്ലാവരുടെയും ജീവിതാഭിലാഷമാണ്. വലിയ രീതിയിൽ ശമ്പളം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾക്ക് നാട്ടിലൊരു ഇമേജ് ഉണ്ടാവും. ഒന്ന് ഇമേജ്, രണ്ട് കല്യാണ മാർക്കറ്റ്, മൂന്നാമത് ലൈഫ് ലോങ് നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സർക്കാർ ജോലിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും സർക്കാർ ജോലിനെ ഇഷ്ടപ്പെടുകയാണ്. അത് എന്ത് വലിയ നിലയിലും അല്ലെങ്കിൽ എന്ത് വലിയ സെറ്റപ്പിൽ കിടക്കുന്ന ആളാണെങ്കിൽ, ഒരു സർക്കാർ ജോലി, എന്തെങ്കിലും ഒരു ക്ലർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏത് ലെവലിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ലാതെ എവിടുന്ന് നിങ്ങൾക്ക് പെണ്ണ് കിട്ടും, എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുക്കനെയും കിട്ടും. മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൽ സ്റ്റേബിൾ ആവും. കാരണം ഇവരൊക്കെ ലിമിറ്റഡ് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു 30,000 രൂപ ശമ്പളം സർക്കാർ ഒരു ഉദ്യോഗസ്ഥന് എത്ര കിട്ടും എന്ന് നമുക്കറിയാം. 30,000 രൂപ മുതൽ ഒരു 60,000 രൂപ വരെയുള്ള റേഞ്ചിൽ സാലറി കിട്ടും. അതിനേക്കാൾ മേളിൽ കിട്ടുന്നുണ്ട്. ഞാൻ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു. ലൈക്ക് ഒരു ബേസ് ലെവലിൽ ഒരു ക്ലർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു. ഇപ്പോൾ സ്കെയിൽ പ്രകാരം അതിന് മേളിലേക്ക് 80,000 1,00,000 ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. ഒരു 30,000 ഒരു 60,000 ഇടയിലാണ് ആവറേജ് നമുക്ക് നല്ല കാലഘട്ടത്തിൽ, നല്ല പ്രായത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ലിമിറ്റഡിൽ. അപ്പോൾ അങ്ങനെയും ജീവിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്ത് ജീവിക്കാം. അപ്പോൾ ഭയങ്കര റിസ്ക് ആണ്. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും കിട്ടില്ല. ലൈക്ക് എന്നെ പോലെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇമേജ് ഉണ്ടാവില്ല. രണ്ടാമത് കല്യാണ മാർക്കറ്റിൽ നമ്മൾ എല്ലാം ഫെയിലിയർ ആയിരിക്കും. ആരും നമുക്ക് പെണ്ണ് തരില്ല. അവസാനം നമ്മൾ ജീവിതകാലം വരെ സ്റ്റേബിൾ ആയിരിക്കും. ഒരിക്കലും സ്റ്റേബിൾ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാസം നല്ല പൈസ വരും, പിറ്റത്തെ മാസം ഒന്നും ഉണ്ടാവില്ല. അടുത്ത മാസം നല്ല പൈസ വരും, പിറ്റത്തെ മാസം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ കയ്യിൽ നമുക്ക് വലിയ രീതിയിലെ കാറുകൾ, വീടുകളെല്ലാം വരും. ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ട് ഈ കാറ്, വീടെല്ലാം കംപ്ലീറ്റ് ബാങ്കുകാർ ജപ്തി ചെയ്തിന് കൊണ്ടുപോകും. ഇതാണ് ഈ പറഞ്ഞ ബിസിനസ്സുകാരൻ്റെയും സർക്കാർ ജോലിക്കാരൻ്റെയും ഒരു ഇത്. അത് എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കോമൺലി എന്ത് ചെയ്യുന്നു, സർക്കാർ ജോലി എല്ലാം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള ട്രിക്കാണ്. സർക്കാർ ജോലി സ്വന്തമാക്കാണ്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലേ നമുക്ക് സർക്കാർ ജോലി കിട്ടുള്ളൂ. അല്ലാതെ പിൻവഴിയിലൂടെ സർക്കാർ ജോലി കിട്ടിയാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, പൊതുവേ അടുത്തുള്ള വല്ല കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കും. കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കും. അത് നമ്മൾ വീട്ടിലിരുന്ന് എഴുതി പഠിച്ചാലും ജോലി കിട്ടുന്ന ആൾക്കാരുണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതി പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകൾ ട്രൈ ചെയ്യണം. പ്രീവിയസ് ആയിട്ട് വരുന്ന നിരന്തരമായിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ആവുന്നത്, എക്സ്പേർട്ട് ആവുന്നത്, ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം എഴുതിയിട്ട് നമ്മൾ റാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ 10, 5, 6, പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് 3, പിന്നെ എക്സാം എഴുതി 2, പിന്നെ എക്സാം എഴുതി 1. അങ്ങനെ ഒരു 100ഓളം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ഗ്യാരണ്ടിയാണ്. 100ഓളം എക്സാം. അപ്പോൾ നിങ്ങൾ തുടക്കം ഈ 18 വയസ്സാകുമ്പോഴേ തുടങ്ങണം. 20 വയസ്സിൽ തുടങ്ങിയാലും പ്രശ്നമില്ല, 30 തുടങ്ങിയാലും പ്രശ്നമില്ല. എനിക്കൊന്ന് 30, 32 എങ്ങാനും ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് എനിക്ക് ഏജ് എത്ര വരെയെന്ന് എനിക്കറിയില്ല. 35, ഐ തിങ്ക് 35 ആണെന്ന് തോന്നുന്നു എൻഡ് എന്ന് പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എക്സാംസ് ഒരുപാട് തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എക്സാം നേടിയെടുക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ എക്സാം എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ എഴുതി പഠിക്കണം. അത് വായിച്ച് പഠിക്കണം. നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, നമ്മളവിടെ കിടന്നുറങ്ങും അല്ലേ, കുറേ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ നമുക്കിപ്പോൾ നമ്മൾ ജോഗിങ്ങിന് പോവാണ്, ഈ സമയത്ത് നമുക്ക് ഇത് പുസ്തകം വായിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ബസ്സിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോവാണ്, ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകം വായിച്ചുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട്. ചിലപ്പോൾ നിന്നിട്ടായിരിക്കും പോകുന്നത്, ബസ്സിൽ നിന്നിട്ടായിരിക്കും പോവുക. ഇനി അതർവൈസ് നമ്മൾ കാർ ഓടിച്ച് പോവാണ്, ഈ സമയത്ത് നമുക്ക് പുസ്തകം വായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, ഈ സമയത്ത് പുസ്തകം വായിക്കാൻ പറ്റില്ല. ആ സമയം പോലും നമ്മൾ ഒരു പക്ഷേ ഒരു 10-100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ദിവസം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ബൈക്കിൽ പോകുമ്പോൾ, സ്കൂട്ടറിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകുമ്പോൾ, ഓഫീസിലേക്ക് പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന നേരത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് എവിടെയെങ്കിലും പോയി അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കിഷ്ടമില്ല. അപ്പോൾ നമ്മൾ അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 100 ക്വസ്റ്റ്യൻ ഡെയിലി കവർ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് അടുത്ത 365 ദിവസം കൂടി ജോലി കിട്ടും. എന്നാൽ ഇതിനൊരു വഴിയുണ്ട്, അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടോ, ഇത് netwale.com എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ കാണാൻ പറ്റും കേരള PSC ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഡിയോ ബുക്ക് പ്ലസ് ഇ ബുക്ക് കോംബോ. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഏകദേശം 8000-ൽ പരം ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാ എക്സാമിലും, കോമ്പറ്റേറ്റീവ് എക്സാമിൽ വന്നുകൊണ്ടിരിക്കുന്ന
ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 8000 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 47 സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് 6 മണിക്കൂർ ലേണിംഗ് എക്സ്പീരിയൻസ്, ലൈഫ് ടൈം വാലിഡിറ്റി, മലയാളം ലാംഗ്വേജിലുള്ള. ഇത് നിങ്ങൾ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓഡിയോ പ്ലെയറിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ആൻസർ ഇത് കേട്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. കാറിൽ പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോവുക, നമ്മൾ പാട്ട് കേൾക്കുന്നവർ ഇത് ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഉറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ വെക്കുക. അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങളിൽ പുസ്തകം ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സമയം ഇത് ആക്സസ് ചെയ്യാം. പുസ്തകം ഇനി വായിക്കണോ? അതും വേണ്ട. കാരണം ഇതിനകത്ത് ഈ ബുക്കുകളുണ്ട്. ഇനി പുസ്തകവും കൊണ്ട് നടക്കേണ്ട, ഒരുപാട് വലിയ പുസ്തകവും കൂടി ബാഗിനകത്തിട്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോണിലാണ് ഇനി പുസ്തകം. ഇവിടെ മൊബൈൽ ഫോണിൽ പുസ്തകം വരുന്നത് 8000-ൽ പരം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ എന്തൊക്കെ കിട്ടും? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, LD, LGS, മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, ഇങ്ങനെ കുറേ ഉണ്ട്. കുറേ തസ്തികൾ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം വെച്ചാൽ ഞാൻ PSC ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാത്തത്. എനിവേ, PSCയോട് താല്പര്യമുള്ള ആൾക്കാർ, സർക്കാർ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കേവലം 666 രൂപയിൽ netwala.com നിങ്ങൾ വരിക. വന്നതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കേരള PSC ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓർ കേരള PSC നിങ്ങൾക്ക് ഇതിവിടെ മേളിൽ സെർച്ച് ബട്ടൺ ഉണ്ട്. ഇതിൽ കേരള PSC എന്ന് അടിച്ചാൽ മതി. കേരള PSC എന്ന് അടിച്ചാൽ ഇതുണ്ടോ, ഇവിടെ 666 രൂപയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഓപ്പൺ ആയി വന്ന 666 രൂപയാണ് ഇതിൻ്റെ വില. ആഡ് ടു കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ ചെക്കൗട്ടിൽ വരും. ഇവിടെ ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാസ്വേഡ്, ഏതെങ്കിലും ഒരു പാസ്വേഡും കൊടുത്ത് ഇവിടെ ഐ ഹാവ് റീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്തിട്ട് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഡിയോകൾ കേട്ടുകൊണ്ടിരിക്കാം. ഇപ്പം തന്നെ ഈ ബുക്കുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള 100 ദിവസം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യാൻ പറ്റും? 10000 ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 100 ക്വസ്റ്റ്യൻസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓഡിയോ കട്ട് ചെയ്യുക. പിറ്റേ ദിവസം 100, അടുത്ത ദിവസം 100, അടുത്ത ദിവസം 100, അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ടുകൊണ്ടിരുന്ന് അവസാനം കേട്ട് പഠിക്കും. ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്ത് വെറുതെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് വെറുതെ എഴുതുക. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുതുകയും ചെയ്യാം. അല്ലെങ്കിൽ ഓർത്ത സാധനങ്ങളൊക്കെ വീണ്ടും എഴുതുക. അപ്പോൾ ഈ ഓർമ്മയിൽ നിന്ന് നമുക്ക് ഈ ഒരു സാധനം കിട്ടും. മനസ്സിലായി? എല്ലാം ഓർത്ത് വെക്കണം. അപ്പോൾ കൈകൊണ്ട് എഴുതിയാലും കുറച്ചുകൂടി നല്ലതാണ്. ആദ്യ ഘട്ടത്തിൽ നമ്മളിത് കംപ്ലീറ്റ് എഴുതി പഠിക്കുക, കേട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ രീതിയിൽ വരുന്ന സമയത്ത് ഈ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് വെറുതെ എഴുതി പോവുക. ഓരോന്നിൻ്റെ ആൻസേഴ്സ് വെറുതെ എഴുതിയിട്ട് പോകുക. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതിയിട്ട് ആൻസർ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആൻസേഴ്സ് മാത്രം നിങ്ങൾക്ക് എഴുതി പോവുക. പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക. അങ്ങനെ ബൈ ഹാർട്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സെറ്റായിട്ട് മാറുമെന്നതിൽ തർക്കമേ ഇല്ല. അങ്ങനെ കേരള PSC സ്വന്തമാക്കുക. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്നെന്താണ്, ആൾക്കാരുടെ ഇടയിൽ ഇമേജ്, നല്ലൊരു പവർഫുൾ ഇമേജ്. 2, കല്യാണ മാർക്കറ്റിൽ സ്റ്റാർ. 3, ലൈഫ് ടൈം വരെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു സർക്കാർ ജോലിക്കാരനായിട്ട് മാറുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർക്കാർ ജോലി അന്വേഷിച്ച് കിടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.